അനാസ്ഥയുടെയും അഴിമതിയുടെയും ആഴം കോടികളുടെ മരുന്നുപയോഗിക്കാതെ നശിച്ചു. പരിശോധനയും അന്വേഷണവും വെറുമൊരു കണ്ണിൽ പൊടിയിടലോ. കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയുടെ ദാരുണമായ അവസ്ഥയും ഭരണനിർവഹണത്തിലെ വൻ വീഴ്ചയും തുറന്നു കാട്ടുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയുടെ മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളുമാണ് ഉപയോഗശൂന്യമായി കിടന്ന് നശിച്ചുപോയിരിക്കുന്നത്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ കീഴിലുള്ള 16 വെയർ ഹൌസുകളിലാണ് ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകാതെ പെട്ടി പോലും തുറക്കാതെ മരുന്നുകൾ വർഷങ്ങളോളം കൂട്ടിയിട്ടിരുന്നത്. ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് വാങ്ങിയ മരുന്നുകൾ നശിച്ചുപോയി എന്ന് മാത്രമല്ല, ഉപയോഗശൂന്യമായ ഈ മരുന്നുകൾ ഇനി സുരക്ഷിതമായി നശിപ്പിച്ചു കളയാൻ 1/2 കോടിയോളം രൂപ വീണ്ടും പൊതുഖജനാവിൽ നിന്ന് ചെലവഴിക്കേണ്ട അവസ്ഥയിലാണ് സർക്കാർ എന്നതും കാര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടന്ന മരുന്ന് പർച്ചേസുകളിലാണ് ഇത്രയും വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. സാധാരണക്കാർക്ക് സർക്കാർ ആശുപത്രികളിൽ അത്യാവശ്യ മരുന്നുകൾ പോലും ഇല്ലാതെ നെട്ടോട്ടം ഓടേണ്ടി വരുമ്പോഴാണ് മറുവശത്ത് ഗോഡൌണുകളിൽ മരുന്നുകൾ കെട്ടിക്കിടന്ന് നശിക്കുന്നത്. ഇതിലേറ്റവും ഞെട്ടിക്കുന്ന കാര്യം കോവിഡ് മഹാമാരിയുടെ കാലത്ത് അടിയന്തരമായി വാങ്ങിക്കൂട്ടിയ മരുന്നുകളും ടെസ്റ്റിംഗ് കിറ്റുകളും ഈ കൂട്ടത്തിലുണ്ടെന്നതാണ്. അടിയന്തര സാഹചര്യങ്ങളുടെ പേരിൽ ക്രമരഹിതമായി മരുന്നുകളും ഉപകരണങ്ങളും വാങ്ങിക്കൂട്ടുകയും പിന്നീട് അവ അർഹരായ രോഗികളിലേക്ക് എത്തിക്കുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെടുകയും ചെയ്തു. വ്യക്തമായ പ്ലാനിങ്ങോ ആവശ്യകത അറിയാനുള്ള ശാസ്ത്രീയ സംവിധാനങ്ങളോ ഇല്ലാതെ തന്നിഷ്ടപ്രകാരമാണ് പർച്ചേസുകൾ നടന്നതെന്ന് വ്യക്തം. വിഷയം വിവാദമായതോടെ കഴിഞ്ഞ 10 വർഷത്തെ ഇടപാടുകൾ അന്വേഷിക്കാനും കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ നടത്തിയ പർച്ചേസുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കാനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ വർഷങ്ങളായി തുടരുന്ന ഈ അനാസ്ഥ എന്തുകൊണ്ട് നേരത്തെ തിരിച്ചറിഞ്ഞില്ല എന്ന ചോദ്യം അവശേഷിക്കുന്നു. മരുന്നുകൾ എപ്പോൾ കാലഹരണപ്പെടുമെന്ന് ട്രാക്ക് ചെയ്യാനുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ നിലവിലുള്ള ഒരു കാലത്താണ് 10 വർഷമായി പെട്ടി പോലും തുറക്കാതെ മരുന്നുകൾ വെയർ ഹൌസുകളിൽ കിടന്നത്. ഇത് കേവലം ഒരു ഉദ്യോഗസ്ഥ വീഴ്ച മാത്രമായി കാണാൻ കഴിയില്ല. സിസ്റ്റമാറ്റിക് ആയ പരാജയവും ഒരുപക്ഷെ സ്വകാര്യ മരുന്ന് മാഫിയകളെ സഹായിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ അനാസ്ഥയുമാണോ ഇതെന്ന സംശയം ജനങ്ങളിൽ ഉയരുന്നത് സ്വാഭാവികമാണ്. ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ച അന്വേഷണം വെറുമൊരു പ്രഹസനമായി മാറരുത്. ഇത്രയും വലിയ സാമ്പത്തിക നഷ്ടത്തിനും പൊതുജനാരോഗ്യത്തോടുള്ള അനീതിക്കും കാരണക്കാരായ ഉദ്യോഗസ്ഥരെയും പർച്ചേസ് തീരുമാനങ്ങൾ എടുത്തവരെയും കൃത്യമായി കണ്ടെത്തണം. നികുതിദായകന്റെ പണം നശിപ്പിച്ചവരിൽ നിന്ന് തന്നെ ഈ നഷ്ടം ഈടാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. വെയർഹൌസുകളിലെ മരുന്ന് സ്റ്റോക്കുകളുടെ വിവരങ്ങൾ സുതാര്യമായി ട്രാക്ക് ചെയ്യാനും സമയബന്ധിതമായി ആശുപത്രികളിൽ എത്തിക്കാനുമുള്ള കേന്ദ്രീകൃത IT അധിഷ്ഠിത സംവിധാനങ്ങൾ ഉടനടി കർശനമാക്കേണ്ടതുണ്ട്. സർക്കാർ സ്ഥാപനങ്ങളിലെ ഇത്തരം അനാസ്ഥകൾ പൊതുജനാരോഗ്യ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം തകർക്കും. സമഗ്രമായ അന്വേഷണത്തിലൂടെ അഴിമതിയും വീഴ്ചകളും പുറത്തുകൊണ്ടുവന്ന് കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്.